കടമറ്റത്ത് കത്തനാരുടെ അത്ഭുത പ്രവർത്തികൾ കേട്ടറിഞ്ഞും കടമറ്റം പള്ളിയുടെ ചരിത്ര കാഴ്ചകൾ കണ്ടറിഞ്ഞും സീനിയർ സഞ്ചാരി മുളന്തുരുത്തി വഴി ഉദയംപേരൂർ നടക്കാവ് ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ആമേട നാഗരാജ ക്ഷേത്രം സന്ദർശിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ജംഗ്ഷൻ ക്രോസ് ചെയ്ത് 2 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോകുന്ന റോഡിലൂടെ പോയാൽ ആമേട നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം. ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം പോലെ, തൃശ്ശൂർ ജില്ലയിലെ പാമ്പുമേക്കാട് നാഗരാജ ക്ഷേത്രം പോലെ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധിയാർജിച്ച നാഗരാജ ക്ഷേത്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് ഉദയംപേരൂർ എന്ന ഗ്രാമത്തിൽ കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്നു ആമേട സർപ്പരാജ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ ഇതാ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നു. കായലോരത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു. വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു നാഗരാജ ക്ഷേത്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. നാഗരാജ ക്ഷേത്രത്തിലെ കാഴ്ചകളുമായി സീനിയർ സിറ്റിസൺ സഞ്ചാരിയോടൊപ്പം മുന്നോട്ട് പോകാം. ക്ഷേത്രം സന്ദർശിച്ച് വലത്തുവെച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും നമുക്ക് മനസ്സിലാക്കാം. പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്നും കേരളം വീണ്ടെടുത്തതിന് ശേഷം ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിനായി അദ്ദേഹം പാറശാല മുതൽ ഗോകർണം വരെ ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠകൾ നടത്തി. പരശുരാമൻ ഒരിക്കൽ കേരളത്തിൽ സഞ്ചരിച്ച് വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുള്ള ഉദയംപേരൂർ എത്തുകയുണ്ടായി. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കായലിൽ ഇറങ്ങി സന്ധ്യാവന്ദനത്തിന് തുനിഞ്ഞപ്പോൾ കായലിൽ ഒരു ദിവ്യ തേജസ് കണ്ടു. ദിവ്യ തേജസ്സിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കായലിനു നടുവിലേക്ക് ഇറങ്ങിച്ചെന്നു. ആമയുടെ പുറത്ത് സഞ്ചരിക്കുന്ന സപ്തമാതൃക്കളാണ് ദിവ്യ തേജസ്സിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പരശുരാമ മഹർഷിക്ക് വേണ്ടി കായലിലെ വെള്ളം ഒഴിഞ്ഞുപോയതോടെ ആമയ്ക്ക് സഞ്ചരിക്കാൻ പറ്റാതെ അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു. അങ്ങനെ ആമ നിന്നുപോയ സ്ഥലത്ത് അദ്ദേഹം സപ്തമാതൃക്കളെ പ്രതിഷ്ഠിച്ചു. ആമ നിന്ന സ്ഥലം പിന്നീട് ആമേട ആയി അറിയപ്പെടാൻ തുടങ്ങി. പരശുരാമൻ കൊളുത്തിയ ദീപം ഇന്നും ആമേട ക്ഷേത്രത്തിൽ കെടാവിളക്കായി പരിലസിക്കുന്നുണ്ട്. ഈ വിളക്കിലെ ദീപം കത്തിച്ചതിന് ശേഷമുള്ള എണ്ണ സർവ്വവിധ രോഗപീഠകൾക്കും ഉത്തമ പ്രതിവിധിയായി ഭക്തർ കരുതിപ്പോരുന്നു. ആമേട നാഗരാജ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതിനും വിളക്കെണ്ണ കൊണ്ടുപോകുന്നതിനും വേണ്ടി അസംഖ്യം ഭക്തജനങ്ങൾ ക്ഷേത്രം സന്ദർശിച്ചു വരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സപ്തമാതൃക്കളാണ്. ആദി പരാശക്തിയുടെ വിവിധ ഭാവങ്ങളാണ് സപ്തമാതൃക്കൾ. ബ്രഹ്മാണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ 7 ദേവികളാണ് സപ്തമാതൃക്കൾ. ബ്രഹ്മാവ്, മഹാവിഷ്ണു, പരമശിവൻ, ഇന്ദ്രൻ, യമൻ, മുരുകൻ എന്നീ ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച തേജസ്സുകളാണ് സപ്തമാതൃക്കൾ. വിഷ്ണു മഹേശ്വരന്മാർ അന്ധകാസുരനെ വധിക്കുന്നതിന് വേണ്ടിയാണ് സപ്തമാതൃക്കളെ സൃഷ്ടിച്ചതെന്ന് പുരാണത്തിൽ പറയുന്നു. ദേവാസുര യുദ്ധത്തിൽ രക്തബീജൻ എന്ന അസുരനെ വധിക്കുവാനായി ചാമുണ്ടേശ്വരി ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് സപ്തമാതൃക്കൾ എന്നും ഐതിഹ്യം. ദേവിയുടെ തിരുവായിൽ നിന്നും ബ്രഹ്മാണിയും, തൃക്കൈയിൽ നിന്നും മഹേശ്വരിയും, അരക്കെട്ടിൽ നിന്നും കൗമാരിയും, കൈകളിൽ നിന്നും വൈഷ്ണവിയും, പൃഷ്ഠഭാഗത്തു നിന്നും വരാഹിയും, ഹൃദയത്തിൽ നിന്നും നരസിംഹിയും, പാദത്തിൽ നിന്ന് ചാമുണ്ടിയും ഉത്ഭവിച്ചുവെന്ന് വാമന പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഉഗ്രരൂപിണിയായ കാർത്യായനി ദേവി തൻ്റെ ജട നിലത്തടിച്ചപ്പോൾ സപ്തമാതൃക്കൾ ജനിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. എല്ലാ ദേവിമാർക്കും പ്രത്യേകം വാഹനവും ആയുധവുമുണ്ട്. ബ്രഹ്മാണിക്ക് അരയന്നവും കമണ്ഡലവും ജപമാലയും, മഹേശ്വരിക്ക് കാളയും ത്രിശൂലവും നാഗങ്ങളും, കൗമാരിക്ക് മയിലും വേലും, വൈഷ്ണവിക്ക് ഗരുഡനും ശംഖ്, ചക്ര, ഗദ, ഖഡ്ഗവും, ഇന്ദ്രാണിക്ക് ആനയും വജ്രായുധവും, ചാമുണ്ടിക്ക് പോത്തും ത്രിശൂലവും, നരസിംഹിക്ക് സിംഹവും ദന്തങ്ങളും നഖങ്ങളും എന്നിങ്ങനെയാണ് വാഹനങ്ങളും ആയുധങ്ങളും. ക്ഷേത്രങ്ങളിൽ ബലിക്കല്ലായി പ്രതിഷ്ഠിക്കുന്നത് സപ്തമാതൃക്കളെയാണ്. ഇവിടെ മുഖ്യ ദേവതയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു.
ഇത്തരം ക്ഷേത്രങ്ങളിൽ ഗണപതി, വീരഭദ്രൻ എന്നിവരെ ദേവിമാരുടെ അംഗരക്ഷകരായി പ്രതിഷ്ഠിക്കുന്നതാണ്. ഇവിടെ നാഗരാജാവിനെയും നാഗയക്ഷിയെയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാഗരാജാവ് ശൈവ അംശവും നാഗയക്ഷി ശക്തി തേജസ്സുമാണ്. സർപ്പദോഷത്തിനുള്ള പരിഹാരത്തിന് അനേകം ഭക്തർ ഈ ക്ഷേത്രത്തിൽ സന്ദർശിച്ചു വരുന്നു. നവഗ്രഹ പൂജയും ഇവിടെ പ്രധാനമാണ്. സപ്തമാതൃക്കൾ സഞ്ചരിച്ച ആമയാണ് ജയലക്ഷ്മി. ഇപ്പോഴും വേമ്പനാട്ട് കായലിൽ വസിക്കുന്നുണ്ടെന്ന് ആണ് ഭക്തരുടെ വിശ്വാസം. ആമേട ഇല്ലക്കാരുടെ വിഷ്ണു ക്ഷേത്രം വടക്കു ഭാഗത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. കാളിദേവിയുടെ പ്രതിഷ്ഠയും ഇവിടെ കാണാം. മനയുടെ മുഖ്യദേവൻ അയ്യപ്പനാണ്. 10,000-ലേറെ നാഗവിഗ്രഹങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. കാലത്തിൻ്റെ പുരോഗമന തള്ളലിൽ സർപ്പക്കാവുകൾ നശിപ്പിക്കപ്പെട്ട് തറവാടുകളിലെ വെച്ചുപൂജയും ചിത്രകൂടവും സംരക്ഷിച്ചു കൊണ്ടുപോകുവാൻ പറ്റാതെ ഇവിടെ കുടിയിരുത്തിയവരാണ് ഇത്രയേറെ നാഗവിഗ്രഹങ്ങൾ. ഭക്തരുടെ ആവശ്യപ്രകാരം ഇവിടെ നിന്നും പുരോഹിതർ പോയി ആവാഹിച്ചു കൊണ്ടുപോരുകയും ചെയ്യാറുണ്ട്. കന്നി, തുലാം, വൃശ്ചിക മാസങ്ങളിലെ ആയില്യം നാളുകളിലും 10-ാം ഉദയത്തിലും നാഗപഞ്ചമിയിലും ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ ഭഗവതി സേവയും മണ്ഡലമാസത്തിൽ ഗുരുതിയും നടത്തുന്നു. 12 വലിയ പാത്രങ്ങളിലാണ് ഗുരുതി നടത്തുന്നത്. സർപ്പബലി, സർപ്പപൂജ, അഷ്ടനാഗപൂജ, പാൽപ്പായസ ഹോമം, പ്രായശ്ചിത്ത ഹോമം, നൂറും പാലും എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിലെ പൂജയും ഭജനയും മുറജപം എന്ന പൂജയും പ്രധാനമാണ്. വൈഷ്ണവി ദേവിക്ക് കാർത്തിക പായസം നേദിക്കുന്നു. ഒരു വർഷം കാർത്തിക പൂജയിൽ മുടങ്ങാതെ ദമ്പതികൾ പങ്കെടുത്താൽ സന്താന ഭാഗ്യമുണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ക്ഷേത്ര ഉത്സവം മീനമാസത്തിലെ മകയിര്യം നക്ഷത്രത്തിലാണ് നടത്തുന്നത്. കൊടിമരച്ചുവട്ടിൽ സപ്തമാതൃക്കളുടെ സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ ചുറ്റിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്ന കെട്ടിടമാണ് ഇവിടെ തറയെല്ലാം ടൈലൊട്ടിച്ച് മനോഹരമാക്കി സൂക്ഷിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പൂജയ്ക്ക് പാല് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആമേട ഇല്ലത്ത് ഒരു ഗോശാല പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്ര ആചാരങ്ങളും ഐതിഹ്യങ്ങളും പൂജകളും മനസ്സിലാക്കി സീനിയർ സഞ്ചാരി മടക്കയാത്ര ആരംഭിച്ചു. കടമറ്റം, ചോറ്റാനിക്കര, ആമേട എന്നീ സ്ഥലങ്ങളിലെ തീർത്ഥാടന യാത്രകൾക്ക് ശേഷം അടുത്തതായി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് സീനിയർ സഞ്ചാരി പോകുന്നത്. കാണുക. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. ഗുഡ് ബൈ.